ഹലോ ഗൈസ്, ഇപ്പോൾ രാവിലെ 3:30 സമയം കേട്ടോ. രാവിലെ തന്നെ കെട്ടി എഴുന്നള്ളം കിട്ടാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒക്കെ വഴി പറയട്ടോ. കുഞ്ഞാറ്റിന് 3:30 എണിപ്പിക്കാൻ പെട്ട പാട് നമുക്കറിയുള്ളൂ. പക്ഷേ എണിച്ച് അവൾ സെറ്റായിട്ട് അവൾ ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോകണം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ 4:02 നമ്മൾ പോണത് ആലുവ 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 വൈറ്റില എന്ന് പറയില്ലേ, ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ മുണ്ടൂരെത്തി, ഇതതിൻ്റെ തറവാട്. അപ്പോൾ അവർ വല്ല ഷട്ടർ ഇങ്ങനെ തുറന്ന് അവരിനെ എണിപ്പിക്കാണ്ട് അവിടെ പാർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുണ്ടൂരൊക്കെ ആകെ ഉറങ്ങി കിടക്കുക. നമ്മൾ തലേദിവസം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു സമയത്ത് വന്നിട്ട് വണ്ടി അവിടെ വെക്കുന്നു. പിന്നെ വല്ല ഷട്ടർ തുറക്കുമ്പോൾ വല്ല കള്ളന്മാരാണ് വിചാരിക്കേണ്ട എന്ന് വിചാരിച്ച്, വയസ്സായവരല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യണമല്ല, നമ്മുടെ കൂടെ വരുന്നൊരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി ഓട്ടോയിൽ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല പോലെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ട്രെയിനിൽ നമുക്ക് വേറെ ഒന്നും ബുക്ക് ചെയ്യാൻ കിട്ടിയില്ല. നമ്മൾ പെട്ടെന്നായിരുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നുണ്ടെന്നും ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴവിൽ മനോരമൻ്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. നമുക്കവിടെ 10 ദിവസം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു ചിരി ഇരുച്ചിരി ബമ്പർ ചിരിയിൽ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ് കേട്ടോ. ഫാമിലിയോടെയാണ് പോണത്. സ്റ്റേയിങ്ങും ഫുഡും ആൻഡ് അക്കോമഡേഷനും ഒക്കെ ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ട്രെയിനും കാര്യങ്ങളൊക്കെ വന്നു. ഞാറ്റക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ട്രെയിന് അധികം കണ്ടിട്ടുമില്ല, അതിൽ പോയി ഇരുന്നിട്ടുമില്ല. അവൾക്കും മിക്കാക്കും ആദ്യം സീറ്റ് കിട്ടിയിട്ടോ. ഈ ചേച്ചിയാണ് നമ്മുടെ ഇവിടെ പെയറായിട്ട് തന്ന ചേച്ചിയാണ് കേട്ടോ. നല്ല അഭിനയം കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പോകുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. മഞ്ഞ് മൂടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് കുഞ്ഞാറ്റ നല്ല ഉറക്കം ഉറങ്ങിയിട്ടോ. കാരണം ഇപ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര വാശിയായിരിക്കുമ്പോൾ ഉറങ്ങി. നമുക്ക് അവിടെയുള്ള എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ ഈ സ്ഥലം കാണുന്നത്. നമ്മുടെ എയർപോർട്ടില്ലേ, സോളാർ ചെയ്ത് വെച്ച ആ സംഭവം കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കുറേ എയ്റോപ്ലെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് പോകാൻ പറ്റുമല്ലേ. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞു. നമ്മൾ സ്ഥലം എത്താറായപ്പോൾ അറ്റത്ത് സീറ്റ് കിട്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കയ്യും വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട. പിന്നെ വാപ്പാൻ്റെ മോളിൻ്റെ ഒരേ കഥ പിന്നെ പറയണ്ടല്ലോ. നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ, പുഴകൾ, അങ്ങനെ ഒരുപാട് നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഇതേപോലെയൊന്നും അധികം പോകാറില്ല. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓട്ടോ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം നടന്ന് അങ്ങനെ നമുക്കിത് ഓട്ടോയൊക്കെ കിട്ടി കേട്ടോ. നല്ല നേരത്തെ എണീറ്റത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടേ ഇല്ല ഇന്നലെ. എണീറ്റതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. ലഗേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റി നടന്ന് നമ്മളിനി പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ലിഫ്റ്റ് കയറി നമ്മൾ സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തി കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അത്യാവശ്യം അധികം തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വിട്ടു. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ സന്തോഷം കണ്ടത്. അങ്ങനെ നമുക്കിത് ആ പാസ്സൊക്കെ വെച്ച് ഫസ്റ്റ് നമുക്ക് ലഗേജൊക്കെ അതിലൂടെ ഇങ്ങനെ കടത്തി വിടണം. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ കടത്തി വിട്ടു. ഇനി നമുക്ക് പാസ് വെച്ചിട്ട് അപ്പുറം ക്ലോസ് ചെയ്യണം. അങ്ങനെ അതൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ മെട്രോയിൽ കയറി. അപ്പോൾ കുഞ്ഞാറ്റ് ഇതെന്തൊക്കെയാണ്, ഇതെന്താ സംഭവം എന്നറിയാണ്ട് കൈയൊക്കെ വിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ വണ്ടി എടുത്തപ്പോഴാണ് അവൾ വീഴാൻ പോയത് കേട്ടോ. അതുവരെ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിട്ടും പിടിച്ചില്ല കേട്ടോ. അങ്ങനെ എടുത്തു. നല്ല രസമായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് ഇക്ക ഉണ്ടെങ്കിൽ ഇക്ക എന്നെ എടുക്കണം, ഭയങ്കര വാശിയായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ ചേർത്തുമ്പോൾ ശരിയായിരിക്കും. നമ്മൾ ആലുവയിൽ നിന്നാണ് കറക്റ്റായി കയറിയത്. ഇനി നമുക്ക് വൈറ്റില ആ കറക്റ്റ് സ്ഥലത്താണ് എത്തേണ്ടത് കേട്ടോ. വേഗം എത്തേണ്ടത്. നമുക്കൊരു കുറച്ച് മിനിറ്റുകൾ കൂടുമ്പോൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത്രയും സംഭവങ്ങളുണ്ടല്ലോ, ഇത്രയും ദൂരം ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് എന്നെ എത്തി കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റോപ്പ് എത്താറായിട്ടോ. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയായി നിന്നു. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി. അങ്ങനെ മെട്രോൻ്റെ പാട് നോക്കി പോവാണ് കേട്ടോ. ഇനിയും നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇതിൻ്റെ എൻ്ററിൻ്റെ സ്ഥലത്തെത്തണം കേട്ടോ. മീൻസ് വണ്ടി കിട്ടണം, അതായത് ഒരു ഓട്ടോ കിട്ടുന്ന സ്ഥലത്ത് എത്തണം. അങ്ങനെ നമ്മുടെ പാസും കാര്യങ്ങളൊക്കെ അടഞ്ഞാൽ കടത്തി വിടുള്ളൂ. ഞങ്ങളൊക്കെ ആദ്യം കടത്തി വിട്ടു. ഇക്കാനെ അവിടെ പിടിച്ച് നിർത്തിയിട്ടോ. കാരണം എന്തോ ചുളുങ്ങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പിടിച്ച് നിർത്തി. അങ്ങനെ നടന്ന് സ്റ്റെപ്പ് കയറി മടുത്തിട്ടോ. അങ്ങനെ ഇനി നമുക്ക് മലയാള മനോരമ ഓഫീസിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം നമ്മൾ ഈ ഓട്ടോയിൽ 10 കിലോമീറ്ററോളം പോകണം കേട്ടോ. ശരിക്കും കുറച്ചും കൂടി ട്രെയിനിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എത്തായിരുന്നു. പക്ഷെ നമുക്ക് വന്നിട്ട് ശീലമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുപാട് ഓട്ടോകളൊക്കെ കയറി വരേണ്ടി വന്നു. എന്തായാലും നമ്മൾ എത്താറായി. പോകുന്ന സമയത്ത് നല്ല അതിമനോഹരമായിട്ടുള്ള ഈ പുഴയും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. എനിക്കൊന്നത് ആലുവ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് മലയാള മനോരമ ഓഫീസിൻ്റെ ബോർഡ് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടോയെന്നറിയില്ല. അങ്ങനെ ഫൈനലി അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇനി നമുക്ക് ഇതിൽ കയറ്റിയിട്ടിട്ട് നമുക്ക് ആദ്യം പാസും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഓട്ടോ ഫ്രണ്ടിൽ നിർത്തി. അങ്ങനെ ഇക്ക ഇറങ്ങി പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ.
പിന്നെ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് വേണം മെയിൻ എൻട്രൻസിൻ്റെ അവിടേക്ക്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല പൂച്ചെടികളും നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചെടികൾ കാണുമ്പോൾ ഒരു ക്രൈസാണ്, നമുക്ക് എല്ലാം കൊണ്ടുപോയി വീട്ടിലെടുത്ത് വെക്കാൻ തോന്നും. പക്ഷേ അതിനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ മെയിൻ എൻട്രൻസ് എത്തി. അവിടെ നിന്ന് നമ്മൾ ഈ പാസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളിത് ഫൈനലി മലയാള മനോരമ ഓഫീസിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇവിടെ കാണുന്നതാണ് മലയാള മനോരമ. അപ്പോൾ ഉള്ളിലേക്കൊന്നും കയറ്റാൻ പറ്റില്ല, ഇവിടെ തന്നെ വണ്ടി നിർത്തണം കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇത് മഴവിൽ മനോരമ, അത് മലയാള മനോരമ കേട്ടോ സൈഡിലുള്ളത്. അങ്ങനെ നമ്മൾ ഓട്ടോയൊക്കെ നിർത്തി, ഓട്ടോൻ്റെ കാശൊക്കെ കൊടുത്തു. അങ്ങനെ ഇതാ ഫൈനലി നമ്മളവിടെ എത്തിയിട്ടോ. ഇനിയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. ഇതാണ് മെസ്സ്, നമ്മൾ കയറി പോയ ഉടനെ അവിടെയാണ് വന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ നമുക്കെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചായയും ഫുഡും കാര്യങ്ങളൊക്കെ അവർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ എടുത്ത് കഴിക്കുക. എന്നിട്ട് അതിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ ഫോട്ടോ കൊടുത്തു. പിന്നെ നമുക്കിത് ഫുഡായിട്ടുണ്ട്, നല്ല വിശാലമായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഒരു ടേസ്റ്റ് അല്ല, ഓരോ സ്ഥലത്ത് ഓരോ ടേസ്റ്റും അറിയില്ല, അതേപോലെ ഒരു പ്രത്യേകതരം ടേസ്റ്റ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റെ കുടിക്കാൻ കേട്ടോ. മെയിനായിട്ട് അവൾ ചായയൊന്നും കുടിക്കാറില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ചായയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഒരുപാട് ടേസ്റ്റ് ഉണ്ടെന്നല്ല, പക്ഷെ നമ്മൾ കുടിക്കുന്നതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. അങ്ങനെ നമുക്ക് വൈകുന്നേരം റൂമിലേക്ക് പോകാനുള്ള വണ്ടിയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്ന് മടുത്ത് 8 മണിക്കാണ് കേട്ടോ നമുക്ക് റൂമിലേക്ക് പോകാൻ പറ്റിയത്. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു കുറച്ച് നേരം നമ്മളെ പുഴുങ്ങി ഭയങ്കര ചൂട് കേട്ടോ. ഒന്നാമത്തെ ഒരു വണ്ടി എടുത്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഭയങ്കര ചൂട്, കുഞ്ഞാറ്റയ്ക്കൊക്കെ ആകെ പ്രാന്താവെന്ന് തുടങ്ങി. അങ്ങനെ ഫൈനലി നമുക്ക് തന്നിട്ടുള്ള ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, കാണുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഉള്ളിൽ പോയി നോക്കാം കേട്ടോ. അങ്ങനെ ഉള്ളിൽ പോയി, അങ്ങനെ ഹോട്ടലിലെ റിസപ്ഷൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ ഒരു ഫോം തരും, അത് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം. നമുക്ക് ആധാർ കാർഡൊക്കെ നമ്മുടെ കൊടുക്കണം കേട്ടോ. ഭാഗ്യത്തിന് ഇക്കാൻ്റെ ആധാർ കാർഡ് ഓൾറെഡി ഇക്കാൻ്റെ പേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ആധാർ കാർഡ് ഞാൻ പാസ്പോർട്ട് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു കൊടുത്തു കേട്ടോ. ഭാഗ്യത്തിന് അത് എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ 6th ഫ്ലോറിലായിരുന്നു കേട്ടോ നമ്മുടെ റൂം. അപ്പോൾ നമ്മളത് ലിഫ്റ്റിൽ 6th ഫ്ലോറിൽ വന്നു. അങ്ങനെ നമ്മുടെ 3506 ആണ് നമ്മുടെ റൂം നമ്പർ. അങ്ങനെ ഫൈനലി നമ്മളവിടെ എത്തിയിട്ടോ. റൂം ടൂറൊക്കെ ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആവും, നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളത് അതിലെത്തി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുളിച്ച് ഫ്രഷും കാര്യങ്ങളൊക്കെ ആയി അതിൻ്റെ താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നു കേട്ടോ. നമുക്ക് അവിടെയാണ് ഫുഡും ഇതൊക്കെ ഉള്ളത്, നമ്മൾ വന്ന് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വന്ന് നല്ല അടിപൊളി ചപ്പാത്തിയും പിന്നെ കടല കുറുമ ഉള്ളൊരു കറി, നല്ലൊരു ഭയങ്കര ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടേസ്റ്റ് എന്നല്ല, പക്ഷെ നമ്മൾ ദിവസം കഴിക്കുന്നതിൻ്റെ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കുന്നതിൻ്റെ വേറെ ഒരു ടേസ്റ്റ്. ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റുകളാണെന്ന് പറയില്ല, അതേപോലെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി, കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി പുറത്ത് കയറി. ചൂടല്ല, റൂമിൽ എസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും ഒരു ഇങ്ങനെ ഭയങ്കര കൺജസ്റ്റായി ഇരിക്കണ്ട എന്ന് കരുതി പുറത്തൊക്കെ ഇറങ്ങി കുഞ്ഞാറ്റയ്ക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു. പുറത്തൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ, നമ്മുടെ നാട്ടിനെ പോലെയല്ല, എല്ലാ കാര്യത്തിനും നല്ല വില ഉണ്ട്. പക്ഷേ എന്തായാലും ഹാപ്പിയായി. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അപ് ടു ഡേറ്റായി നിങ്ങളെ അറിയിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.